പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ 10th ലെവൽ 12th ലെവൽ ഡിഗ്രി തലം പരീക്ഷകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കയ്യിലൊരു പേപ്പറും പേനയൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുക. കാര്യം ഒരുപാട് പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് നോട്ടിഫിക്കേഷൻസിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സംസാരിച്ച് സമയം കളയണ്ട, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ക്ലബ്ബ് വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ക്ലബ്ബ് വരുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എവിടെയാണ് ആദ്യത്തെ നൈറ്റ് ക്ലബ്ബ് വരുന്നത്? അത് തിരുവനന്തപുരത്താണ് അല്ലേ. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ക്ലബ്ബ് എവിടെയാണ്? തിരുവനന്തപുരത്താണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം: ലോക നേതാക്കളുടെ ആഗോള റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നമ്മുടെ സ്വന്തം നരേന്ദ്രമോദിയാണ് അല്ലേ. അപ്പോൾ ലോകത്തെ നേതാക്കളുടെ ആഗോള റേറ്റിംഗിൽ ഒന്നാമതെത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? നരേന്ദ്രമോദിയാണെന്ന് അറിഞ്ഞിരിക്കുക. നരേന്ദ്രമോദിയാണ്. അടുത്തൊരു പോയിന്റ് ആണ്, നിങ്ങൾ ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. സൗരയുധത്തിന് പുറത്ത്, നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് നാസയുടെ ജെയിംസ് വെബ് വാസ്പ് 3AB എന്ന ഗ്രഹത്തിലാണ് ഈ ഒരു കാര്യം കണ്ടെത്തിയതെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? സൗരയൂഥത്തിന് പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കണ്ടെത്തിയത് ആരാണ്? നാസയാണെന്ന് അറിഞ്ഞിരിക്കുക. അത് ജെയിംസ് വെബ് വാസ്പ് 3AB എന്ന് പറയുന്ന ഗ്രഹത്തിലാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ആ ഒരു പോയിന്റ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. അടുത്ത ചോദ്യം: ലുസൈൻ ഡയമണ്ട് ലീഗ് മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരാണ്? ജാവലിൻ ത്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന പേര് ആരുടെ തന്നെയാണ്? നീരജ് ചോപ്രയുടെയാണ് അല്ലേ. അപ്പൊ നീരജ് ചോപ്രയാണ് ലുസൈൻ ഡയമണ്ട് ലീഗ് മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് നീരജ് ചോപ്രയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ ഡബിൾസിന്റെ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരങ്ങളാണ് സ്വാത്വിക്കും അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടി. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? സ്വാത്വിക്കും അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടിയും. സ്വാത്വിക്കും അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടിയുമാണ് നമ്മുടെ ആദ്യമായിട്ട് ലോക വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ മെഡൽ നേടുന്ന ആരൊക്കെയാണ്? സ്വാത്വിക്കും അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടിയുമാണെന്ന് അറിഞ്ഞിരിക്കുക. ചിരാഗ് ഷെട്ടിയാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. കേന്ദ്ര ജലശക്തി മന്ത്രാലയവും നീതി ആയോഗവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജല ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. അപ്പോൾ കേന്ദ്ര ജലശക്തി മന്ത്രാലയവും നിതി ആയോഗവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജല ഉച്ചകോടി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ജല ഉച്ചകോടി ന്യൂഡൽഹിയിലാണ്. ആരൊക്കെ തമ്മിലാണ്? കേന്ദ്ര ജലശക്തി മന്ത്രാലയം അതുപോലെ തന്നെ നിതി ആയോഗവും കൂടിയാണ് ഈ ഒരു ജല ഉച്ചകോടി നടത്തുന്നത്. ഇത് നമ്മുടെ ന്യൂഡൽഹിയിലാണ് എന്നറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം: ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ ഓൺലൈൻ വിദ്യാഭ്യാസ ഗെയിമിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ആസാദി ക്വിസ് ആണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ ഓൺലൈൻ വിദ്യാഭ്യാസ ഗെയിം സീരീസിന്റെ പേരാണ് ആസാദി ക്വിസ്. ആസാദി ക്വിസ് എന്തായാലും ഒരു ഗവൺമെന്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ, അതൊരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഗവൺമെന്റിന് പബ്ജിയും അതുപോലെ തന്നെ ഫ്രീ ഫയർ പോലുള്ള ഗെയിമൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അത് വിജ്ഞാനപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വിസ് ഗെയിം ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു വെച്ചേക്കുക. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ ഓൺലൈൻ വിദ്യാഭ്യാസ ഗെയിമിന്റെ പേരാണ് ആസാദി ക്വിസ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പേജിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ചർച്ച ചെയ്യാം. സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ക്ലബ്ബ് നിലവിൽ വരുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ക്ലബ്ബ് നിലവിൽ വരുന്നത്. ലോക നേതാക്കളുടെ ആഗോള റേറ്റിംഗിൽ ഒന്നാമതെത്തിയത് നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ സൗരയൂഥത്തിന് പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത് നാസയുടെ ജെയിംസ് വെബ് വാസ്പ് 3AB എന്ന് പറയുന്ന ഗ്രഹത്തിലാണ്. അതുപോലെ എന്താണ്? ലുസൈൻ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് നീരജ് ചോപ്ര. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സ്വാത്വിക്കും അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടിയും. കേന്ദ്ര ജലശക്തി മന്ത്രാലയവും നിതി ആയോഗവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജല ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ ഓൺലൈൻ വിദ്യാഭ്യാസ ഗെയിമിന്റെ പേരാണ് ആസാദി ക്വിസ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. സെറ്റല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യുവേഫ 2022 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് കരീം ബെൻസോമയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. യുവേഫ 2022 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തിട്ടുള്ള ആരെയാണ്? കരീം ബെൻസാമയാണ് യുവേഫയുടെ 2022 മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? കരീം ബെൻസോമയാണ്. അതുപോലെ തന്നെ യുവേഫ 2022 മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അലക്സിയ
പുറ്റലസ് ആണ് കേട്ടോ. അലക്സിയ പുറ്റലസ് മികച്ച വനിതാ താരവും കരീം ബെൻസേമ മികച്ച പുരുഷ താരവും. ആ ഒരു പേരുകൾ നിങ്ങൾ മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. യുവേഫ ഇതിനകത്ത് മറ്റേ മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മെസ്സി റൊണാൾഡോ എംബാപ്പെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. യുവേഫ 2022 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കരീം ബെൻസേമയാണ്. യുവേഫ 2022 മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തിട്ടുള്ള ആരെന്ന് ചോദിച്ചാൽ അത് അലക്സിയ പുറ്റലസ് ആണ് അല്ലെ, അലക്സിയ പുറ്റലസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. DRDOയുടെ ചെയർമാനായി നിയമിതനായത് സമീർ വി കാമത്താണ് കേട്ടോ. സമീർ വി കാമത്താണ് DRDOയുടെ ചെയർമാനായിട്ട് നിയമിതനായത്. ആരാണ്? സമീർ വി കാമത്താണ് DRDOയുടെ ചെയർമാനായിട്ട് നിയമിതനാവുന്നത്. അടുത്ത 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? വാഴപ്പിണ്ടിയിൽ തുഴയുന്ന മിട്ടു എന്ന തത്ത. അപ്പൊ മിട്ടു എന്ന തത്ത എന്ന് പറയുന്ന പോയിന്റിനാണ് ഇതിൽ പ്രാധാന്യമുള്ളത്. എന്താണ്? മിട്ടു എന്നാണ്. മിട്ടു എന്ന തത്ത, മിട്ടു എന്ന് പറയുന്ന ഒരു തത്തയാണ് കേട്ടോ, മിട്ടു എന്ന് പറയുന്ന തത്തയാണ്. അപ്പോൾ വാഴപ്പിണ്ടിയിൽ എന്താണ് അതിൻ്റെ ഒരു ചിഹ്നം? 68ാമത് വള്ളം കളിയുടെ ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് വാഴപ്പിണ്ടിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ വാഴത്തട ഉണ്ടല്ലോ, വാഴത്തടയിൽ വള്ളം തുഴയുന്ന മിട്ടു എന്ന് പറയുന്ന ഒരു തത്തയുടെ ചിഹ്നമാണ് 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? മിട്ടു എന്ന് പറയുന്ന തത്തയാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്? വാഴപ്പിണ്ടിയിൽ തുഴയുകയാണ് അല്ലെ, തുഴയുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ യാത്രാ ട്രെയിനുകൾ പുറത്തിറക്കിയ രാജ്യമാണ് ജർമ്മനി. ലോകത്ത് ആദ്യമായിട്ട് ഹൈഡ്രജൻ യാത്രാ ട്രെയിനുകൾ പുറത്തിറക്കിയ രാജ്യം ചോദിച്ചാൽ അത് ജർമ്മനിയാണെന്ന് അറിഞ്ഞിരിക്കുക. ജർമ്മനിയാണ് ലോകത്ത് ആദ്യമായിട്ട് ഹൈഡ്രജൻ യാത്രാ ട്രെയിനുകൾ പുറത്തിറക്കിയത്, ജർമ്മനിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. യുനെസ്കോയുടെ 2022 ഫെലിക്സ് ഊഫൈ വാനി സമാധാനത്തിന് അർഹമായത് ആഞ്ചല മെർക്കൽ ആണ്. ആഞ്ചല മെർക്കൽ നമുക്കറിയാം, ആഞ്ചല മെർക്കൽ. അപ്പോൾ യുനെസ്കോയുടെ 2022 ഫെലിക്സ് ഊഫൈ വാനി, അപ്പോൾ ഫെലിക്സ് എന്ന് പഠിച്ചാൽ മതി. ഫെലിക്സ് സമ്മാനത്തിന് അർഹമായത് ആരാണ്? ആഞ്ചല മെർക്കൽ ആണ്. ആഞ്ചല മെർക്കൽ അല്ലെ, ആഞ്ചല മെർക്കൽ. അടുത്ത ചോദ്യം. കെനിയയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? വില്യം റൂത്തോയാണ് കേട്ടോ. വില്യം റൂത്തോയാണ് കെനിയയുടെ പുതിയ പ്രസിഡന്റ്. ആരാണ്? വില്യം റൂത്തോയാണ്. COVID-19 വകഭേദത്തിനെതിരെ ആദ്യം വാക്സിൻ കണ്ടെത്തിയ രാജ്യമാണ് UK. ഓക്കെ, UK ആണ് COVID-19 ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? UK ആണ്. ചൈന എന്ന് എഴുതി വെക്കരുത്. COVID-19 അല്ലെങ്കിൽ COVID-19 വകഭേദത്തിനെതിരെ ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയ രാജ്യം ചോദിച്ചാൽ അത് UK ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യം ഒന്നുകൂടി പറയാണ്. യുവേഫ 2022 മികച്ച പുരുഷ താരം കരീം ബെൻസേമ, മികച്ച വനിതാ താരം അലക്സിയ പുറ്റലസ്, DRDOയുടെ ചെയർമാൻ സമീർ വി കാമത്ത്, 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് വാഴപ്പിണ്ടിയിൽ തുഴയുന്ന മിട്ടു എന്ന തത്ത, ലോകത്ത് ആദ്യമായിട്ട് ഹൈഡ്രജൻ യാത്രാ ട്രെയിനുകൾ പുറത്തിറക്കിയത് ജർമ്മനിയാണ്, യുനെസ്കോയുടെ 2022 ഫെലിക്സ് സമാധാന പുരസ്കാരത്തിന് അർഹനായത് ആഞ്ചല മെർക്കലാണ്, കെനിയയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് വില്യം റൂത്തോയാണ്, COVID-19 വകഭേദത്തിനെതിരെ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ രാജ്യം UK ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റിലേക്ക് കടക്കാം. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ സേതു ആണ്. സേതുവിന്റെ ചേ കുട്ടി ബാലസാഹിത്യം അല്ലേ. അപ്പൊ ചേ കുട്ടി, അപ്പൊ കുട്ടി എന്ന് പറയുന്ന ആരാണ്? കുട്ടി എന്ന് പറയുന്നത് ഒരു ബാലനാണ് അല്ലെ, ബാലനാണ്. അതുകൊണ്ട് തന്നെ ബാലസാഹിത്യ പുരസ്കാരത്തിന് കിട്ടിയത് ആർക്കാണ്? ചേക്കുട്ടി എന്ന് പറയുന്ന കൃതിക്ക് സേതുവിനാണ് കേട്ടോ. അപ്പൊ സേതുവിന്റെ ചേക്കുട്ടിക്കാണ് 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടുന്ന മലയാളിയാണ് അനഘ കെ കോലോത്ത്. കവിത മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. അപ്പോൾ എന്താണ്, ഒരു മോഡേൺ പേരായിരിക്കും. നമുക്കറിയാം നമ്മുടെ അനഘ എന്ന് പറയുന്ന നടിയൊക്കെ ഉണ്ട് അല്ലേ, ഒരു നടിയൊക്കെ ഉണ്ട്, മമ്മൂട്ടിയുടെ മോളൊക്കെ ആയിട്ട് അഭിനയിച്ച നടിയാണ് അനഘ. അപ്പോൾ എന്തായാലും യുവ സാഹിത്യ പുരസ്കാരം എന്ന് പറയുമ്പോൾ ഒരു യുവതിയായിരിക്കും അല്ലെങ്കിൽ ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ യുവതിയുടെ പേരാണെന്ത്? അനഘ. അനഘ ജെ കോലത്ത്. അപ്പോൾ ഇപ്പോഴത്തെ യുവാക്കളും യുവതികളും ഒക്കെ ഓരോ കോലം കെട്ടിയല്ലേ നടക്കുന്നത്, അങ്ങനെ പഠിച്ചാലും മതി. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ യുവാക്കളും യുവതികളൊക്കെ ഒരു കോലം കെട്ടിയാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും അനഘ ജെ കോലോത്താണ് എന്ത് ചെയ്യുന്നത്? 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടുന്ന മലയാളിയാണ് അനഘ ജെ കോലോത്ത്. കവിത എന്താണ്? മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. അപ്പോൾ മോഡേൺ പേരാണ് അല്ലേ, ആർക്കും മനസ്സിലാവാത്ത ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ് മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടുന്നത് സേതുവാണ്, കൃതി ചേക്കുട്ടിയാണ്. 22 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടുന്നത് അനഘ ജെ കോലോത്താണ്. കവിത എന്താണ്? മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. സെറ്റ് അല്ലേ?
ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി അവാർഡ് ലഭിച്ചത് എസ് ഹരിദാസിനാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ അവാർഡ് ലഭിച്ചത് എസ് ഹരിദാസിനാണ്. ഗാട്ടിയാന ദ്വിവർണ എന്ന ശുദ്ധജല ഞണ്ട് അതിനെ കണ്ടെത്തിയത് എവിടെയാണ്? കർണാടകയിലാണ്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഗാട്ടിയാന ദ്വിവർണ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഞണ്ടാണെന്ന് അറിഞ്ഞിരിക്കുക. ഗാട്ടിയാന ദ്വിവർണ എന്ന് പറയുന്നത് ഒരു ഞണ്ടാണെന്ന് അറിഞ്ഞിരിക്കുക. ഇതിനെ കണ്ടെത്തിയത് കർണാടകയിലാണെന്ന് കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഗാട്ടിയാന ദ്വിവർണ എന്ന് പറയുന്ന ഞണ്ടിനെ കണ്ടെത്തിയത് എവിടെയാണ്? കർണാടകയിലാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. കർണാടകയിലാണ് ഗാട്ടിയാന ദ്വിവർണ എന്ന് പറയുന്ന ശുദ്ധജല ഞണ്ടിനെ കണ്ടെത്തിയത് കർണാടകയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ പായ്വഞ്ചി മത്സരം നടക്കുന്ന എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. അപ്പോൾ ദേശീയ പായ്വഞ്ചി മത്സരം നടക്കുന്ന എവിടെയാണ്? കൊച്ചിയിലാണ് ദേശീയ പായ്വഞ്ചി മത്സരം നടക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ദേശീയ പായ്വഞ്ചി മത്സരം നടക്കുന്നത്. അത് കൊച്ചിയിലാണ് കേട്ടോ. അപ്പോൾ ദേശീയ പായ്വഞ്ചി മത്സരം ആദ്യമായി നടക്കുന്നത് കൊച്ചിയിലാണ്. അത് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിൽ ആദ്യമായിട്ട് നടത്തുന്നതാണ് കൊച്ചിയിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ ഒരു പരിപാടി വരുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനായിട്ട് ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് കുഞ്ഞാപ്പ. എന്നാണ് കുഞ്ഞാപ്പ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ്? കുഞ്ഞുങ്ങൾക്ക് ആപ്പ് വയ്ക്കുന്ന പരിപാടിയാണ് അല്ലേ. കുഞ്ഞുങ്ങൾക്ക് സൈബർ ഇടങ്ങളിലൊക്കെ ആരെങ്കിലും ഒക്കെ ആപ്പ് വയ്ക്കണം. നമ്മുടെ നാട്ടിലൊക്കെ പറയാണ് അവൻ ആപ്പ് വെച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് പണി കൊടുക്കുക അല്ലെങ്കിൽ അവനെ പ്രശ്നത്തിലാക്കുക എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ആപ്പ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആപ്പ് വയ്ക്കുന്ന പരിപാടിയാണ് കുഞ്ഞാപ്പ അല്ലെ. അപ്പോൾ സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായിട്ട് ശിശു വികസന വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് കുഞ്ഞാപ്പ എന്ന് അറിഞ്ഞിരിക്കുക. കുഞ്ഞ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ പഠിച്ചാലും മതി. കുഞ്ഞ് എന്താണ്? കുഞ്ഞ് ആപ്ലിക്കേഷൻ, അതാണ് കുഞ്ഞാപ്പ അല്ലെ. കുഞ്ഞാപ്പ. ഓക്കെ, അപ്പോൾ ഇത് ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുഞ്ഞാപ്പ എന്നാണ് എന്ത്? സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായിട്ട് ശിശു വികസന വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കുഞ്ഞാപ്പ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം സേതു ചേക്കൂട്ടി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം അനഘ ജെ കോലത്ത്. കവിത മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ അവാർഡ് ലഭിച്ചത് എസ് ഹരിദാസിനാണ്. ഗാട്ടിയാന ദ്വിവർണ എന്ന് പറയുന്ന ഞണ്ടാണ് കണ്ടെത്തിയത് കർണാടകയിൽ നിന്നാണ്. ദേശീയ പായ്വഞ്ചി മത്സരം അല്ലെ. ദേശീയ പായ്വഞ്ചി മത്സരം കൊച്ചിയിലാണ്. സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായിട്ട് ശിശു വികസന വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് എന്ത്? കുഞ്ഞാപ്പ. അടുത്ത സെറ്റിലേക്ക് കടക്കാം. ഗൂഗിൾ ഡൂഡിലൂടെ ആദരിച്ച ഇന്ത്യയുടെ ബെതർ വുമൺ എന്നറിയപ്പെടുന്ന ഭൗതിക ശാസ്ത്രജ്ഞ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ബെതർ വുമൺ എന്നറിയപ്പെടുന്നത് അന്ന മാണിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിച്ചതാണ് ഇന്ത്യയുടെ ബെതർ വുമൺ കാലാവസ്ഥാ വനിത. അപ്പോൾ ബെതർ വുമൺ എന്നറിയപ്പെടുന്ന ഭൗതിക ശാസ്ത്രജ്ഞയാണ് ആര്? അന്ന മാണി. അടുത്ത ചോദ്യം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വെർട്ടിക്കൽ ലോഞ്ച് സർഫസ് ടു എയർ മിസൈലിന്റെ പേരാണ് എന്ത്? ആ പേരെന്ന് ശ്രദ്ധിച്ചിരിക്കുക. VLSRSAM അല്ലെ. VLSRSAM. ഓക്കെ, സ്രസാം എന്നൊക്കെ വേണമെങ്കിൽ വായിക്കാം. VLSRSAM എന്നാണ്, അല്ലെങ്കിൽ സ്രസാം എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വെർട്ടിക്കൽ ലോഞ്ച് സർഫസ് ടു എയർ മിസൈലാണ് എന്ത്? VLSRSAM അല്ലെങ്കിൽ സ്രസാം. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഗർവാളിലാണ്, ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഗർവാളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം. എവിടെയാണ്? ഗർവാളിലാണ്, ഉത്തരാഖണ്ഡിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഉത്തരാഖണ്ഡിലെ ഗർവാളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് പാരഗ്വേ. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? പാരഗ്വേ ആണെന്ന് അറിഞ്ഞിരിക്കുക. പരാഗ്വേയിലാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് പരാഗ്വേ എന്ന് അറിഞ്ഞിരിക്കുക. കായിക മേഖലയിലെ മികവുറ്റ താരങ്ങൾക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നൽകാനായി തീരുമാനിച്ചത് രാജസ്ഥാനാണ് കേട്ടോ. അപ്പോൾ കായിക മേഖലയിലെ മികച്ച താരങ്ങൾക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നൽകാനായി തീരുമാനിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് അറിഞ്ഞിരിക്കുക. രാജസ്ഥാനാണ് കായിക മേഖലയിലെ മികവുറ്റ താരങ്ങൾക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നൽകാനായി തീരുമാനിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. അടുത്ത ചോദ്യം എന്താണ്? രാജീവ് ഗാന്ധി രാജസ്ഥാൻ എന്ന് ചോദിച്ചാലും മതി. അടുത്ത്. വിഭജന കാലത്തെ ചരിത്രവും സാംസ്കാരിക സാഹിത്യ വിശേഷങ്ങളുടെയും വെർച്വൽ മ്യൂസിയം ആരംഭിക്കുന്നത് കൊൽക്കത്തയിലാണ്. അപ്പോൾ വിഭജന കാലത്തിൽ ചരിത്രവും അതുപോലെ തന്നെ സാംസ്കാരിക മ്യൂസിയവും സാഹിത്യ സവിശേഷതകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വെർച്വൽ മ്യൂസിയം കൊണ്ടുവരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം ഇതാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ടോക്കിയോ ആണ്. നിലവിലത്തെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ടോക്കിയോയിലാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി നോക്കുകയാണ്.
ഗൂഗിൾ ഡൂഡിലൂടെ ആദരിച്ച ഇന്ത്യയുടെ വെതർ വുമൺ എന്നറിയപ്പെടുന്നത് അന്നാമാണിയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വെർട്ടിക്കൽ ലോഞ്ച് സർഫസ് ടു എയർ മിസൈലാണ് എന്ത് VL ശ്രസാം. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമാണ് ഗർവാൾ ഉത്തരാഖണ്ഡ്. മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് പാരഗ്വേ. അടുത്ത കായിക മേഖലയിലെ മികവുറ്റ താരങ്ങൾക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നൽകാനായി തീരുമാനിച്ച രാജസ്ഥാനാണ്. വിഭജനകാലത്തെ ചരിത്രവും സാംസ്കാരിക സാഹിത്യ വിശേഷങ്ങളുടെയും വെർച്വൽ മ്യൂസിയം ആരംഭിക്കുന്നത് കൊൽക്കത്തയിലാണ്. അതുപോലെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ടോക്കിയോ ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, 1-2 തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.